പഴയ അരിപ്പയും ന്യൂസ് പേപ്പറും വെച്ച് നമുക്കൊരു അടിപൊളി ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാം. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം നമ്മൾ എടുത്തിട്ടുള്ള ന്യൂസ് പേപ്പർ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ന്യൂസ് പേപ്പറിൽ നിന്നും ഇതുപോലത്തെ പീസുകൾ നമുക്ക് ഒരുപാട് കട്ട് ചെയ്തെടുക്കണം. ഇപ്പം നമ്മളിവിടെ 2 കട്ട് ചെയ്തെടുത്തു. ഇത് വെച്ച് നമുക്ക് ഫ്ലവറാണ് ചെയ്തെടുക്കേണ്ടത്. ആദ്യം നമ്മളത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. അതിനുശേഷം ഇതുപോലെ റോൾ ചെയ്തെടുക്കണം. ഇനി നമ്മളത് ബാക്കിലേക്ക് മടക്കി വീണ്ടും റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ബാക്കിലേക്ക് മടക്കി വീണ്ടും റോൾ ചെയ്തെടുക്കുമ്പോൾ നമുക്കിതൊരു ഫ്ലവറായി കിട്ടും. ന്യൂസ് പേപ്പർ വെച്ച് നമുക്ക് വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണിത്. ഇതുപോലത്തെ ഫ്ലവർ നമ്മുടെ ചാനലിൽ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്തെടുക്കാൻ അറിയാം എന്ന് വിചാരിക്കുകയാണ്. ഇത് മുഴുവനായും ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് അഴിഞ്ഞു പോരാതിരിക്കാൻ വേണ്ടി ഇതിനിടയിലൂടെ എല്ലാം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇപ്പൊ നമ്മുടെ ഫ്ലവർ മുഴുവനും ചെയ്തെടുത്ത് തീരാറായിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഇതിന്റെ ഇവിടെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിനിടയിലൂടെ എല്ലാം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചെടുക്കണം. ഒരു ഫ്ലവറും കൂടെ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മളത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ഭാഗം ഇതുപോലെ റോൾ ചെയ്തെടുക്കുകയാണ്. വീണ്ടും നമ്മളത് ബാക്കിലേക്ക് മടക്കി റോൾ ചെയ്തെടുക്കുന്നുണ്ട്. സിമ്പിളാണ്, നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ആദ്യത്തെ ഫ്ലവറൊന്നും നമുക്ക് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ശരിയായി കിട്ടിയിട്ടില്ലെങ്കിലും പിന്നെ 1-2 പൂക്കളൊക്കെ ചെയ്തെടുക്കുമ്പോൾ നമുക്കത് ശരിയായി കിട്ടും. നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ന്യൂസ് പേപ്പർ വെച്ച് ഇതുപോലെ കുറേ പൂക്കൾ നമുക്ക് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ 2ാമത്തെ ഫ്ലവറും ചെയ്തെടുത്ത് തീരാറായിട്ടുണ്ട്. ഇതും നമുക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതാ ന്യൂസ് പേപ്പർ വെച്ച് ഇത്രയും പൂക്കൾ നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ന്യൂസ് പേപ്പർ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള പൂക്കൾക്ക് നമുക്ക് പെയിന്റ് ചെയ്തെടുക്കണം. അപ്പൊ നമുക്കിതിൽ കുറച്ച് പൂക്കൾക്ക് റെഡ് കളർ പെയിന്റ് ആണ് കൊടുത്തെടുക്കുന്നത്. കുറച്ച് പൂക്കൾക്ക് നമ്മൾ വൈറ്റ് കളറും പെയിന്റും കൊടുത്തെടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമ്മുടെ കയ്യിൽ പഴയ അരിപ്പയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഡ്രസ്സിലൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന സ്പോഞ്ച് കപ്പ് വെച്ചും ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് പൂക്കളിൽ നമ്മൾ വൈറ്റ് കളർ പെയിന്റ് ഇതുപോലെ കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പൂക്കളിൽ റെഡ് കളർ പെയിന്റ് കൊടുത്തെടുക്കാം. വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബാക്കി ഉണ്ടായിരുന്ന പൂക്കളിലെല്ലാം നമ്മൾ റെഡ് കളർ പെയിന്റും കൊടുത്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മളിവിടെ ഉണങ്ങിയ ഇലകളാണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ച് നമ്മൾ മുൻപും ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി നമ്മൾ മാറ്റി വെക്കുകയാണ്. നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഇലകൾക്കും നമുക്ക് പെയിന്റ് എല്ലാം കൊടുത്തെടുക്കണം. ഇനി നമുക്ക് ഇതിനും കൂടെ പെയിന്റ് കൊടുത്തെടുക്കാം. ഇതിന്റെ എല്ലാം ഒരു ഭാഗത്തെ നമ്മൾ പെയിന്റ് കൊടുത്തെടുക്കുന്നുള്ളൂ. ഇപ്പൊ നമ്മൾ ഇലകളിലെല്ലാം ഇതുപോലെ പെയിന്റ് എല്ലാം കൊടുത്തെടുത്തു. പൂക്കളെല്ലാം നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന പഴയ അരിപ്പയുടെ ഈ ഭാഗങ്ങളെല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. അപ്പൊ ഇതാ നമ്മളത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മളിവിടെ ഒരു കാർഡ്ബോർഡ് റോളാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കാർഡ്ബോർഡ് പീസിൽ നിന്ന് നമ്മൾ റൗണ്ട് ഷേപ്പ് വരച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മളിത് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് കാർഡ്ബോർഡ് റോൾ ഇതിലേക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പൊ നമ്മൾ ഫെവി ബോണ്ട് വെച്ചാണ് അത് ഒട്ടിച്ചെടുക്കുന്നത്. നമ്മളിത് ഒട്ടിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് സമയം ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കണം. അപ്പൊ നമുക്കത് ഒട്ടിക്കിട്ടും. ഇനി നമുക്കിതിൽ പെയിന്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പൊ നമ്മൾ കാർഡ്ബോർഡ് റോളിൽ വൈറ്റ് കളർ പെയിന്റ് ആണ് കൊടുത്തെടുക്കുന്നത്. ഇതിന്റെ താഴെ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള റൗണ്ട് പീസിൽ നമുക്ക് റെഡ് കളർ പെയിന്റ് കൊടുത്തെടുക്കണം. അപ്പൊ നമ്മൾ അതിൽ റെഡ് കളർ പെയിന്റും കൂടെ ഒന്ന് കൊടുത്തെടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ അതിൽ പെയിന്റ് എല്ലാം കൊടുത്തെടുത്തു. ഇനി നമുക്ക് അരിപ്പയിലേക്ക് നമ്മൾ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇലകളെല്ലാം ഒട്ടിച്ചെടുക്കണം. ഇതിന്റെ ഈ ഒരു ഭാഗത്തായി നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് ഇലകൾ ഒട്ടിച്ചെടുക്കേണ്ടത്. ഓരോ ഇലകളും ഒട്ടിച്ചെടുത്തതിന് ശേഷം ഒട്ടിക്കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കും. നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇതിന് ചുറ്റുമായിട്ട് നമുക്ക് ഇതുപോലെ ഇലകൾ ഒട്ടിച്ചെടുക്കണം. അപ്പൊ നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം വെച്ച് ചെയ്തെടുക്കുന്ന ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ ഇലകളും നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു.
ഇനി നമുക്കിതിലേക്ക് പൂക്കൾ ഒട്ടിച്ചെടുക്കണം. അപ്പൊ നമ്മൾ പൂക്കളുടെ താഴെയുള്ള ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് അതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നത്. ആദ്യം നമ്മൾ അതിന്റെ ഈ ഒരു ഭാഗത്ത് മുഴുവനായും ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഓരോ പൂക്കളായി അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഓരോ ഫ്ലവറും ഒട്ടിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് സമയം ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കണം. ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് അത് ഒട്ടിക്കിട്ടിയാലും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അത് ഇളകി പോരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഫെവിബോണ്ട് വെച്ച് ഒട്ടിച്ചെടുക്കുന്നത്. ഇതാവുമ്പോൾ ഒട്ടിക്കിട്ടിയാൽ പിന്നെ അത്ര പെട്ടെന്നൊന്നും ഇളകി പോരില്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയണം. അതിന് ചുറ്റും നമ്മൾ പൂക്കളെല്ലാം ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളിലെല്ലാം ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. പാഴ്വസ്തുക്കളൊക്കെ വെച്ച് പലതരത്തിലുള്ള ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയണം. ഇപ്പൊ നമ്മൾ എല്ലാ പൂക്കളും അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കാർഡ്ബോർഡ് റോളിലേക്ക് അത് ഒട്ടിച്ചെടുക്കണം. അപ്പൊ ഇതുപോലെ നമ്മൾ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് തെർമോക്കോൾ ബാൾസ് ഒക്കെ ഒട്ടിച്ചു കൊടുത്ത് ഒന്നും കൂടെ ഭംഗി കൂട്ടാം. നമ്മളിവിടെ തെർമോക്കോൾ ബാൾസ് ഒന്നും ഒട്ടിച്ചെടുക്കുന്നില്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് മുഴുവനായും നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയണം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.